السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മൾ നിയ്യത്തിന്റെ വിഷയമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിൽ നമ്മൾ പറഞ്ഞു അഫ്സർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്ന ഹദീസ് നമുക്ക് കാണാം. മല്ലം യുബയ്യിത്തിൽ സിയാം ഖബലൽ ഫജ്രി ഫലാ സിയാമ ലഹു. നിയ്യത്ത് നിശ്ചയമായും നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. എപ്പോൾ? ബിഫോർ ദ ഫജ്ർ. ബിഫോർ ദ ഫജ്ർ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം, ഏത് അസാൻ കൊടുക്കുന്നതിന് മുമ്പ് വരെയാണ് സുഹൂറിന്റെ ടൈം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പല സിയാമ ലഹു. നമ്മൾ നിയ്യത്ത് വ്യക്തമായി നമ്മൾ ഹൃദയത്തിലുണ്ടായിരിക്കണം. പിന്നീട് നമ്മൾ പറഞ്ഞു, നമ്മുടെ നാടുകളിൽ കാണുന്ന നിയ്യത്ത് ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് മറ്റൊരാൾ ഏറ്റു പറയുന്ന പോലെ. അതുപോലെ തന്നെ തൗബയും അങ്ങനെ പറയുന്നത് ചില ആൾക്കാരുണ്ടല്ലോ. റമദാൻ അവസാനമാകുമ്പോൾ തൗബ വേണോ എന്നൊക്കെ ചോദിച്ചു അതും പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ നമ്മൾ സ്വയം ചെയ്യേണ്ട പ്രവർത്തിക്കേണ്ട കാര്യത്തിൽപ്പെട്ടാണ്. അപ്പൊ നമ്മുടെ നിയ്യത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകം ഇതാണ്. എന്താണ്? നവൈതു സൗമ ഗദൻ അൻ അദാഇ ഫർദ് റമദാൻ ലില്ലാഹി തആല എന്നാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം ആരംഭിക്കുന്ന എപ്പോഴാണ്? മഗ്രിബ് അല്ലേ? ഒരു മഗ്രിബ് മുതൽ മറ്റൊരു മഗ്രിബ് വരെയാണ് ഒരു ഇസ്ലാമിലെ ഒരു ടൈം. ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു മഗ്രിബ് ആരംഭിച്ചില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് ഇശാ കഴിഞ്ഞിട്ട് ഈ നിയ്യത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കും. തറാവീഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒരു നിയ്യത്താണ് വെക്കണമെങ്കിൽ നമ്മൾ എപ്പോഴേലേക്ക് പോയി എന്ന് വെച്ചാല് വ്യാഴാഴ്ചത്തെ നോമ്പിലേക്ക് പോയി. കാരണം എന്താ? ഇവിടെ നവൈതു സൗമ ഗദൻ, നാളത്തെ നോമ്പ് ഇങ്ങനെ മലയാളത്തിൽ പറയും. എഴുതിയിരിക്കുന്ന അറബിയിലായപ്പോൾ വേറൊരു ദിവസം ഓവർടേക്ക് ചെയ്തു മുമ്പോട്ട് പോയി. നമ്മളിപ്പോ ഒരു അത്താഴം കഴിക്കുന്നതിന് തൊട്ട് മുമ്പിൽ നമ്മൾ നോമ്പെടുക്കാൻ പോണം. അത് നാളെ അല്ലല്ല. അവിടെ അങ്ങനെ അറബിയിൽ പറയണമെങ്കിൽ എങ്ങനെ പറയണം? നവൈതു സൗമ ഹാദൽ യൗം, ഇന്നേ ദിവസത്തെ എന്ന് പറഞ്ഞു അറബിയിൽ പറയണം. മനസ്സിലായോ? അങ്ങനെയാണ് നവൈതു സൗമ ഗദൻ എന്ന് പറഞ്ഞത് ഹാദൽ യൗമി, ഇന്നത്തെ അൽ യൗം, ടുഡേ. കാരണം നമ്മൾ അത്താഴം തൊട്ട് മുമ്പ് ഇന്നാകെയല്ലേ. മനസ്സിലായോ? അപ്പൊ ഈ അറബി പദത്തിൽ തന്നെ എന്തുണ്ട്? തെറ്റുണ്ട്. ഇങ്ങനത്തെ ഒരു നിയ്യത്ത് വെച്ചാല് ഇന്നത്തെ നോമ്പല്ല എടുക്കാൻ പോണം, അത് കഴിഞ്ഞിട്ട് ഡേ ആഫ്റ്റർ അങ്ങനെ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ നിയ്യത്തില് അത്താഴം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ എങ്ങനെ വെക്കണം? ഇതേപോലത്തെ വചനം നമ്മുടെ മനസ്സിലുണ്ടാകണം. നാളെ എന്ന് പറയണ്ട, അല്ലാഹുവേ എങ്ങനെ പറയേണ്ടത്? ഇന്നത്തെ ഫർള് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുന്നു എന്നുള്ള നിയ്യത്താണ് നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത്. നാളെ പറഞ്ഞു പോയാലും ഒരു നോമ്പ് പോയി. അത് ഇതിന്റെ കാരണം നമ്മൾ പറയുന്നത് നാളെ എന്നാണ്. മലയാള ഭാഷയിൽ പറയുകയും ചെയ്യും, അറബിയിൽ എഴുതുകയും ചെയ്യും. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ അറബിയിൽ എഴുതിയെങ്കിൽ നവൈതു സൗമ ഹാദൽ യൗമി എന്ന് പറഞ്ഞു. അത് പണ്ടേ മുതൽ ആൾക്കാർ ഇങ്ങനെ എഴുതി വന്നത് കൊണ്ട് അവർ ഇത് ചിന്തിക്കുന്നില്ല. മഗ്രിബിനാണ് ആരംഭിക്കുന്നതും ചിന്തിക്കുന്നില്ല. അവർ AM PM അടിസ്ഥാനത്തിലാണ്. രാത്രി 12 മണിക്ക് എല്ലാം AM നമ്മളെ ഒരു ദിനം തുടങ്ങുന്നത്. ഈ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. മനസ്സിലായി? നാളെ എന്ന് പറയുന്നത് അറബിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയണമെങ്കിൽ എങ്ങനെ പറയണം? ഹാദൽ യൗമി എന്ന് പറയണം. അത് ശ്രദ്ധിക്കണം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാല് ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഖുർആൻ പഠനത്തിന്
ധാരാളം ആൾക്കാര് ഖുർആൻ പഠിച്ചിട്ട് എങ്ങനെ പോകുന്നുണ്ടോ? റമദാൻ മാസത്തിൽ അല്ലാതെ ഖുർആൻ പഠിച്ചിട്ട് പഠിക്കേണ്ട രീതിയിൽ ഖുർആൻ പഠിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ്, നമ്മൾ റമദാൻ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. തനസ്സൽ മലായികത്ത് വറൂഹ്, റൂഹ് ഈ പദം കേട്ടിട്ടില്ലേ? തനസ്സൽ ഏത് സൂറത്തിലാ? അവനെ തനസ്സൽ മലായികത്ത് വറൂഹ് ഏത് സൂറ? നമ്മൾ സാധാരണ ഓതുന്ന ഒരു സൂറ. ഇവിടെ ഈ റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തഫ്സീറൊക്കെ അർത്ഥമൊക്കെ വായിച്ചു നോക്കിയിട്ടില്ല. എന്താണ് ഇവിടെ ഈ റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? റൂഹ് തനസ്സൽ മലായികത്തു വറൂഹ്, മാ മഅന റൂഹ്? അല്ല, റൂഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ട്രാൻസ്ലേഷൻ എടുത്ത് വായിക്കണം. അവിടെ കന്നഡ ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഞാൻ എന്തിനാ നമ്മൾ പറയുന്നത്? ഖുർആൻ പഠനത്തിന്റെ ഒരു ഇതേ രീതിയിൽ ഖുർആൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തല്ല, അവനത് പഠിച്ചിട്ട് അവന് കൺഫ്യൂഷൻ ആവും. ഒരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞില്ല, വേറെ സ്ഥലത്ത് ഇങ്ങനെ. അതിനൊരു ഉദാഹരണം പറഞ്ഞു. ഇവിടെ റൂഹ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തഫ്സീർ നോക്കുമ്പോൾ ഇവിടെ ജിബ്രീൽ എന്ന് കാണാം. ഇതാണ് ജിബ്രീൽ കാണാം. അതേ റൂഹ് തന്നെ സൂറത്തുൽ ബനി ഇസ്രായേലിൽ യസ്അലൂനക അനിർ റൂഹ്, ഇവിടെ ഇതേ റൂഹ് തന്നെയാണ്. പദം ഇത് തന്നെയാണ്. ഖുർആൻ പഠനത്തിന്റെ ശൈലി പറയും. അവർ രണ്ട് യഹൂദികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നമുക്ക് ഇദ്ദേഹത്തോട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇയാൾ നബിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. രണ്ട് യഹൂദികൾ തമ്മിൽ സംസാരിച്ചു. അപ്പോഴാണ് അല്ലാഹു ആയത്തിലാണ് നബി അവർ അങ്ങയോട് ചോദിക്കും, നബിയെ അവർ നിങ്ങളോട് ആത്മാവിനെ കുറിച്ച് ചോദിക്കുന്നു. ഇവിടെ റൂഹ് എന്ന് പറയുന്നത് എന്താണ്? നഫ്സ്. എന്താണ് നഫ്സ്? അപ്പൊ ഈ ഖുർആനെ പറ്റി ശരിക്കും അറിവില്ലാത്ത ഒരുത്തരിങ്ങനെ ഈ പരിഭാഷ എടുത്ത് വായിച്ചു വന്നാൽ കൺഫ്യൂഷനാണ്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് കാട്ടിയ വഴി എന്ന് പറഞ്ഞാല് അത് നമ്മൾ ചിന്തിച്ചാലുണ്ടല്ല, നമുക്ക് എത്രത്തോളം ഇപ്പോ ഈ ഇന്നത്തെ ഒരു നമ്മുടെ ഈ മുസ്ലിം സഹോദരന്മാര് ഇന്ത്യയിൽ അനുഭവിക്കുന്ന ത്യാഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വിഷമത്തെ കുറിച്ച് കേരളത്തിലെ കുപ്പായം കൊണ്ട് നടക്കുന്നവർക്ക് ഒന്നും അറിയില്ല. പക്ഷെ അവര് ഒരു സഹോദരൻ കമന്റ് ഇടുന്നു, ഇതുപോലെയുള്ള ആൾക്കാരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അബൂജഹൽ ജയിക്കുമായിരുന്നു. ചിന്തിക്കണം, ഭയങ്കര കമന്റാണ്. ചിന്തിക്കണം എങ്ങനെ? ഇന്ന് ഇന്ത്യയിലത്തെ പണ്ഡിതന്മാരില്ലേ, ഇതുപോലെയുള്ള ആൾക്കാരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അബൂജഹൽ ജയിക്കും. അതുകൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്ത്, അവരുടെ ഈമാന് നബി സല്ലല്ലാഹു ഇങ്ങനെ ഉഹദ് രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആ ശത്രുക്കൾ ഇങ്ങനെ വെട്ടുമ്പോൾ ആ വാൾ ഇങ്ങനെ തടഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ചെറിയൊരു ഇത് വന്നോ നമ്മുടെ എത്ര വെട്ടുകൊണ്ടിട്ടും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ച ആ രീതിയൊക്കെ തഫ്സീറിൽ വിശദീകരിക്കുന്ന നമുക്ക് കുറച്ചെങ്കിലും ഈമാനുള്ളവരെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അവരവരുടെ ജീവൻ കൊടുത്തവരെ സംരക്ഷിച്ച സ്വഹാബത്ത്. അപ്പൊ അവരുടെ ജീവിതവും സ്വഹാബത്തിന്റെ ജീവിതവും അവർ കാട്ടിത്തന്നാണ് പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആനും ഹദീസും പഠിച്ചിട്ട് അതേ രീതിയിൽ നിലനിൽക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ നഷ്ടക്കാരൻ. കാരണം ഇത് പറയാൻ കാരണം ധാരാളം ഈ മുസ്ലിം സഹോദരന്മാര് അവര് ഇസ്ലാം വിട്ടുപോകുന്നില്ല. അവരിങ്ങനെയൊക്കെ വിമർശിക്കുന്ന കാണാം ഖുർആൻ. പക്ഷെ അവർക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ? ഖുർആന്റെ തഫ്സീർ എന്താന്ന് അവർക്കറിയില്ല. പഠിക്കേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മളും വഴിപിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ് ഓരോ പദങ്ങൾ അതെങ്ങനെയാണ് ഇമാമുകൾ വിവരിച്ചു തന്നത്, അതുപോലെ പഠിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമ്മളിൽ നിന്ന് പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്ക്
പരിശുദ്ധമായ നോമ്പെടുക്കാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരുടെയും കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബർസഖി ജീവിതം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. വാഹുദവാന അനിൽ അബ്ദുൽ